ആദ്യം തന്നെ എന്താ വെച്ചാൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭരിക്കാനായിട്ട് സമയം ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് ഈ കേരളത്തിലെ പൊതുസമൂഹം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഈ 5 ഗ്യാരണ്ടികൾ എന്ന് പറയുന്നത് 5 തട്ടിപ്പുകളാണ്. 5 ലക്ഷം രൂപ പലിശരഹിതമായിട്ട് ഈടില്ലാതെ നൽകാനായിട്ട് ഏതെങ്കിലും കേരളത്തിലെ ബാങ്ക് തയ്യാറാകും? ഈ 5 ലക്ഷം രൂപയുടെ പലിശ ആരടയ്ക്കുമെന്ന് പറയുന്നത്? സർക്കാർ ഗ്രാൻഡായിട്ട് ബാങ്കുകൾക്ക് നൽകുമോ? സബ്സിഡി നൽകുമോ? എന്താ ചെയ്യാൻ പോകുന്നത്? എന്താണ് വ്യക്തത വരുത്തണമല്ലോ. കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിലുള്ള ആരോഗ്യ മേഖലയെ പൂർണ്ണമായിട്ടും തകർത്ത് സ്വകാര്യ മേഖലയ്ക്ക് അടിയറവ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സ്കാമായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഈ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയെ. ഒരബദ്ധം പറ്റിക്കഴിഞ്ഞാൽ 5 വർഷം വരെ ഇവരുടെ തമ്മിലടി കണ്ട് നമ്മൾ മടുക്കേണ്ടി വരും. ഈ കേരളത്തിൽ ഒരു ഭരണസ്തംഭനം ഉണ്ടാവും. നമസ്കാരം. ഇന്ന് നിശബ്ദ പ്രചാരണം, നാളെ വിധിയെഴുത്ത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിലുടനീളം ചർച്ചയായ ഒരു പ്രധാന വിഷയമാണ് കോൺഗ്രസിന്റെ ഗ്യാരണ്ടികൾ, ഇന്ദിരാ ഗ്യാരണ്ടികൾ. അതിൽ പ്രായോഗികമായതും പ്രായോഗികമല്ലാത്തതുമായ വാഗ്ദാനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഇതിൽ പലതും നടപ്പിലാക്കാൻ പോലും പറ്റാത്തതാണ് രാഷ്ട്രീയ നിരീക്ഷകരും നമ്മളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുമെങ്കിലും സാധാരണ ജനങ്ങളെ കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ ഒരു സ്വപ്ന ലോകത്ത് എത്തിക്കാൻ ഇതിൽ പല ഗ്യാരണ്ടികൾക്കും പറ്റും. അപ്പോൾ നാളെ വിധിയെഴുത്താണ്. ഈ പറഞ്ഞു പോയ ഗ്യാരണ്ടികളിൽ പലതും ഈ സാധാരണ ജനങ്ങളെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി ഇൻ കേസ് കോൺഗ്രസ് ജയിച്ചു വന്നാൽ പോലും ഇതിൽ എത്രയൊക്കെ അവർക്ക് നടപ്പിലാക്കാൻ പറ്റും? ആദ്യം തന്നെ എന്താ വെച്ചാൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭരിക്കാനായിട്ട് സമയം ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് ഈ കേരളത്തിലെ പൊതുസമൂഹം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. കാരണം നമ്മൾ എൻ്റെ ഓർമ്മയിൽ ശ്രീ കെ കരുണാകരൻ്റെ മന്ത്രിസഭ തുടങ്ങിയുള്ള മന്ത്രിസഭയെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. അത് വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ഇവർക്ക് ഭരിക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. ശ്രീ കെ കരുണാകരൻ്റെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്ത് കുറച്ച് പദ്ധതികൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചു. 4 വരിപ്പാത ഉൾപ്പെടെ, ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉൾപ്പെടെ, ഈ ഇന്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് തുടർന്ന് വന്നിട്ടുള്ള AK ആന്റണിയും ഉമ്മൻചാണ്ടി ഉൾപ്പെടെ അത്രയും വികസനങ്ങൾ കൊണ്ടുവന്ന ശ്രീ കെ കരുണാകരനെ ചാരക്കേസിൽ, അതായത് CPM-കാരല്ല ഈ ചാരക്കേസ് കൊണ്ടുവന്നത്. ചാരക്കേസ് കൊണ്ടുവന്നത് ഈ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ള മന്ത്രിസഭകൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. AK ആന്റണിയുടെ മന്ത്രിസഭ പകുതിക്കൽ വെച്ചിട്ട് ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി ആകേണ്ടി വരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്ത് സോളാർ കേസ് ഉയർന്നു വരുന്നു. ആ സമയത്തൊക്കെ എന്തെങ്കിലും ഭരണം കേരളത്തിൽ നടന്നിട്ടുണ്ടോ? ഒരു ഭരണവും കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ UDF-ന് ഭരണം കിട്ടിയാലും കേരളത്തിൽ ഭരണം നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അത് വെച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇന്നലെ തെലങ്കാന രാഷ്ട്രസമിതി, അതായത് ഇപ്പോൾ BRS ആണ്, BRS-ൻ്റെ നേതാവായിട്ടുള്ള K കവിത. ഈ K കവിത നമുക്കറിയാം ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടിട്ട് ജയിൽവാസമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി വന്നിട്ടുള്ള ആളാണ്. അതായത് ഡൽഹി മദ്യനയ കേസ് എന്തായി എന്നുള്ളതിനെക്കുറിച്ച് ഓൾറെഡി ഡൽഹി കോടതി തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരുവിധ തെളിവുകളും ഇല്ലാത്ത രീതിയിലാണ് CBI അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞ് CBI-യെ നിഷിദ്ധമായിട്ട് വിമർശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ അങ്ങനെയുള്ള K കവിത ഇന്നലെ കേരളത്തിലെ ജനങ്ങളോടായിട്ട് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തെലുങ്കനും കേരളത്തിൽ വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അത് ഏത് പാർട്ടിക്കാരനുമായിക്കൊള്ളട്ടെ, നാളെ ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാലും, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാലും, K സുധാകരൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാലും, KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാലും, ഈ പറയുന്ന ആര് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വന്നിട്ട് നീ പോ മോനെ ദിനാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷ് മോനെ എന്നല്ല പറയേണ്ടിയിരുന്നത്, അതിനപ്പുറത്തേക്ക് കടത്തി പറയേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയൊക്കെ ഒരുത്തൻ, അവൻ ആരാണ്? ഈ രേവന്ത് റെഡ്ഡി, ABVP സംഘപരിവാർ ബന്ധമുള്ള RSS-കാരൻ, ഒരു രാഷ്ട്രീയ ഭാഗ്യാന്വേഷിയായിരുന്നില്ല അയാൾ. എത്ര പാർട്ടികൾ മാറിക്കേറി ഇറങ്ങിയാണ് ഏറ്റവും ഒടുവിൽ 2017 അയാൾ കോൺഗ്രസിൽ ചേർന്നിട്ടുള്ളത്. അങ്ങനെ ഒരാൾ, കാരണം രാഷ്ട്രീയ ഭാഗ്യപരീക്ഷണം നടത്തി ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൽ അഭയം പ്രാപിച്ച് കള്ളപ്പണം കൊണ്ട്, ഞാൻ പറയട്ടെ, തെലങ്കാനയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ തെലങ്കാന എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു വില്ലേജ് ഓഫീസിൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ 1000 കൊടുക്കണം എന്ന രീതിയിലേക്ക് ഇത്രയേറെ അഴിമതി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ പറയുന്ന തെലങ്കാന എന്ന് പറയുന്നത്. ആ തെലങ്കാനയുടെ മുഖ്യമന്ത്രി ഇത്രയും ഡെവലപ്മെന്റുകൾ നടത്തിയിട്ടുള്ള കേരളത്തിൽ വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരാളായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ പറയേണ്ടത് എന്താണ്? CPM എന്തുകൊണ്ടാണ് ഇത്ര സംയമനം പാലിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നീ പോ മോനെ ദിനേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മലയാളിക്ക് സാധിക്കുമോ? ഒരു ആത്മാഭിമാനമുള്ള മലയാളിക്ക് സാധിക്കുമോ? അതിനുശേഷം അതിന് പ്രതികരണവുമായിട്ട് ഇറങ്ങിയേക്കാണ് മുഖ്യമന്ത്രി തിരിച്ചു പറഞ്ഞു, ഡാഷ് മോനെ പോയി പണി നോക്കാൻ വേണ്ടി പറഞ്ഞു. അതിന് പ്രതികരണവുമായിട്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരെ ഓർത്ത് ലജ്ജിക്കാനല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. കാരണം തെലങ്കാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ രേവന്ത് റെഡ്ഡിയുടെ എന്തെങ്കിലുമൊക്കെ വാങ്ങി നക്കുന്നുണ്ടെങ്കിൽ
അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തെറി പറയുന്നതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആവരുത്. മലയാളികൾ അത്ര പൊട്ടന്മാരല്ല എന്നുള്ള കാര്യം കൂടി കോൺഗ്രസ്സുകാർ ഓർത്തിരിക്കുന്നതാണ്. ഇനി ഗ്യാരണ്ടിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഗ്യാരണ്ടിയെ കുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കാം. തെലങ്കാനയിൽ നൽകിയിരുന്ന ഗ്യാരണ്ടി എന്തൊക്കെയാണോ? സ്ത്രീകൾക്ക് മാസം 2500 രൂപ നൽകുമെന്നാണ് പറഞ്ഞത്. നൽകുന്നുണ്ടോ? നൽകുന്നില്ലെന്നേ. 1 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കും പാട്ട കൃഷിക്കാർക്കും വർഷം 15,000 രൂപ നടപ്പാക്കിയിട്ടുണ്ടോ? നടപ്പാക്കിയിട്ടില്ല. 2 ലക്ഷം പുതിയ തൊഴിലുകൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. കർഷക തൊഴിലാളികൾക്ക് വർഷം 12,000 രൂപ നടപ്പാക്കിയിട്ടുണ്ടോ? നടപ്പാക്കിയിട്ടില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 12 ലക്ഷം രൂപ ഒന്നും ചെയ്തിട്ടില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് 1 ഗ്രാം സ്വർണം നടപ്പാക്കിയിട്ടില്ല. ഈ 6 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം അന്ന് സുനിൽ കനകലുവായിരുന്നു ഈ ഗ്യാരണ്ടിയൊക്കെ തെലങ്കാനയിൽ അവതരിപ്പിച്ചിരുന്നത്. ആ സുനിൽ കനകലു തന്നെയാണ് ഈ 5 ഗ്യാരണ്ടിയുമായിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഈ 5 ഗ്യാരണ്ടികളെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു സ്കാം ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ട് കേരളത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഈ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിൽ 25 ലക്ഷം രൂപയുടെ ഈ പ്രഖ്യാപനം മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വേണ്ടിയിട്ടും സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾക്കും വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള വലിയ സ്കാമാണ്. ഈ ഇൻഷുറൻസ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കാരണം കോൺഗ്രസിന്റെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആളുകളുടെ ശവം വിറ്റ് തിന്നുന്നതിന് തുല്യമായ രീതിയിലാണ് ഈ പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്നും ഈ സ്വകാര്യ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് മാഫിയ എന്ന് തന്നെ പറയേണ്ടി വരും. അവരിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ വെച്ചിട്ട് കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഇൻഷുറൻസിന് തുകയടയ്ക്കണം എന്നുണ്ടെങ്കിൽ എത്ര 1000 കോടി രൂപ വരുമെന്നേ. ഇതിന്റെ പ്രായോഗിക വശം ഇതുവരെ ആരും ചിന്തിച്ചു. കാരണം കേരളത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ തുക വരികയാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ ഒരു സുനിൽ കനകലു ഇവിടെ വന്ന് എന്തോ പ്രഖ്യാപിക്കുന്നു. അത് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ബുദ്ധി മലയാളികൾക്കില്ലേ? മലയാളികൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിലുള്ള ആരോഗ്യ മേഖലയെ പൂർണ്ണമായിട്ടും തകർത്ത് സ്വകാര്യ മേഖലയ്ക്ക് അടിയറവ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സ്കാമായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഈ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയെ. അതിൻ്റെതായിട്ടുള്ള കാര്യഗൗരവത്തിൽ കേരളം എടുക്കാത്ത പക്ഷം നമ്മൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും. നമ്മളുടെ കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളും ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളോട് കടപിടിക്കുന്നതിന് തുല്യമായിട്ട് നിൽക്കുന്ന ഫെസിലിറ്റിയുള്ള ആശുപത്രികളാണ്. ആ ആശുപത്രികൾ എന്നും നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികൾ എന്നും ഈ സ്വകാര്യ മേഖലയ്ക്ക് ഒരു വെല്ലുവിളിയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഭൂലോക തട്ടിപ്പാണ്. അതിനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഞാൻ പറയട്ടെ, സ്ത്രീയും പുരുഷനും തുല്യനാണ് എന്ന് പറയുന്ന ഈക്വാലിറ്റിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് സൗജന്യം നൽകുകയും പുരുഷന് നൽകാതിരിക്കുകയും ചെയ്യുന്നത് തന്നെ ഒരു അസ്വാഭാവികതയുണ്ട്. അത് കൂടാതെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, KSRTCയെ സംബന്ധിച്ചിട്ട് എല്ലാ സ്ത്രീകളും സൗജന്യമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താവും? സർക്കാരിന് അത് ഏത് രീതിയിലാണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുക? അത് കൂടാതെ തന്നെ അടുത്ത ഗ്യാരണ്ടിയാണ് 5 ലക്ഷം പലിശരഹിത വായ്പ യുവാക്കൾക്ക് പുതിയ സംരംഭം ആരംഭിക്കാനെന്ന്. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഈ കേരളത്തിൽ 5 ലക്ഷം രൂപ കൊണ്ട് ആരംഭിക്കാൻ സാധിക്കുന്ന എന്ത് പുതിയ സംരംഭമാണ് ഉള്ളത് എന്നുകൂടി സർക്കാർ വ്യക്തമാക്കണം. അതവിടെ നിന്നുകൊള്ളട്ടെ, സർക്കാരല്ല UDF വ്യക്തമാക്കണം. ഇത് കൂടാതെ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോളട്ടെ, ഈ 5 ലക്ഷം രൂപ പലിശരഹിതമായിട്ട് ഈടില്ലാതെ നൽകാനായിട്ട് ഏതെങ്കിലും കേരളത്തിലെ ബാങ്ക് തയ്യാറാകുമോ? സംസ്ഥാന സർക്കാരിന്റെ, അതായത് UDFന്റെ ഉറപ്പിന്റെ ബലത്തിൽ ഏതെങ്കിലും ഒരു ബാങ്ക് തയ്യാറാകുമോ? ഈ 5 ലക്ഷം രൂപയുടെ പലിശ ആരടയ്ക്കുമെന്ന് പറയുന്നത്? സർക്കാർ ഗ്രാൻഡ് ആയിട്ട് ബാങ്കുകൾക്ക് നൽകുമോ? സബ്സിഡി നൽകുമോ? എന്താ ചെയ്യാൻ പോകുന്ന? എന്താണ്? വ്യക്തത വരുത്തണമല്ലോ. അപ്പോൾ പറയും ഞങ്ങൾ ഈ ഖജനാവ് നിറയ്ക്കും, ആ ഖജനാവ് നിറച്ചിട്ട് ആ ഖജനാവിൽ നമ്മൾ പമ്പ് ചെയ്യുമെന്ന് പറയും. ഞാൻ പറയട്ടെ, നമ്മൾക്ക് കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് നിന്ന് എത്രത്തോളം വരുമാനം കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു പ്രാഥമിക ധാരണ നമുക്കുണ്ടല്ലോ. ഒരു പ്രാഥമിക ധാരണ നമുക്കില്ലേ? ആ ധാരണ വെച്ചിട്ട് എത്രത്തോളം ലഭ്യമാകാൻ സാധ്യതയുണ്ട്? അത് കൂടുതൽ കിട്ടാൻ സാധ്യതയില്ലല്ലോ. പിന്നീട് പറയുന്ന ഗ്യാരണ്ടികൾ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ സ്കോളർഷിപ്പായിട്ട് നൽകും. ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് പാവപ്പെട്ട കുട്ടികൾക്കായിട്ട് പരിമിതപ്പെടുത്താമായിരുന്നു.
പക്ഷേ ഇത് എല്ലാ പെൺകുട്ടികൾക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊരിക്കലും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള 5 ഗ്യാരണ്ടികളല്ല ഇത് വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള 5 ഗ്യാരണ്ടികൾ മാത്രമാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അഴിമതി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ പാടില്ല. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അധമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. കാരണം അഴിമതിക്കാരായിട്ടുള്ള എത്ര ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ സെക്ഷുവൽ ഹരാസ്മെന്റിന്റെ ആരോപണങ്ങൾ നേരിടുന്ന എത്ര ആളുകൾ ഈ കോൺഗ്രസിന്റെ പാനലിൽ മത്സരിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം കേരളത്തിലെ പൊതുസമൂഹം ഇപ്രാവശ്യം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. ഒരബദ്ധം പറ്റിക്കഴിഞ്ഞാൽ 5 വർഷം വരെ ഇവരുടെ തമ്മിലടി കണ്ട് നമ്മൾ മടുക്കേണ്ടി വരും. ഈ കേരളത്തിൽ ഒരു ഭരണസ്തംഭനം ഉണ്ടാവും. ഈ 5 ഗ്യാരണ്ടികൾ എന്ന് പറയുന്നത് 5 തട്ടിപ്പുകളാണ്. കേരളത്തിലെ വോട്ടർമാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം എന്ന് മാത്രമാണ് നമ്മുടെ അഭ്യർത്ഥന.